ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിൽ പ്രതിഷേധം കടുപ്പിക്കാൻ LDF പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാപ്പകൽ സമരം നടത്തും. ദുരന്തബാധിതർ ഉൾപ്പെടെ 500 പേർ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കും. ഫെബ്രുവരി 10-11 തീയതികളിലാണ് സമരം. വിവരങ്ങളുമായി ദീപക് മോഹൻ ചേരുന്നു. ദീപക്, ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്കൊപ്പം LDF ഏതു രീതിയിലാണ് ഇനി സമരം നടത്താൻ പോകുന്നത്? സുജിയ, ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് സഹായം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് LDFിന്റെ നേതൃത്വത്തിൽ രാപ്പകൽ സത്യാഗ്രഹ സമരം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 10-11 തീയതികളിലാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ രാപ്പകൽ സത്യാഗ്രഹ സമരം നടത്തുവാനായി LDF തീരുമാനിച്ചിട്ടുള്ളത്. അതിന് മുന്നോടിയായി ഈ പ്രചരണാർത്ഥം രാപ്പകൽ സത്യാഗ്രഹ സമരത്തിന്റെ പ്രചരണാർത്ഥം LDF ജില്ലയിൽ പ്രക്ഷോഭ പ്രചരണ യാത്രയും സംഘടിപ്പിക്കുന്നുണ്ട്. വരുന്ന ജനുവരി 12 മുതൽ 15 വരെയുള്ള തീയതികളിൽ വയനാട് ജില്ലയിൽ ഈ ഗൃഹ സന്ദർശനം, വീടു കയറിയുള്ള സന്ദർശനവും പ്രചരണാർത്ഥം നടത്താൻ LDF തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം, ജൂലൈ 30-നായിരുന്നു നാടിന് നടുക്കിയ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത്. അതിനു പിന്നാലെ ഓഗസ്റ്റ് 11-ാം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഉരുൾപൊട്ടൽ മേഖല സന്ദർശിക്കുകയും ഒപ്പം പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലെത്തി സന്ദർശിക്കുകയും ഉണ്ടായത്. അന്ന് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ സഹായം ഉണ്ടാകുമെന്നൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ ഈ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സഹായങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള നിലപാടിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് LDFിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ജനുവരി 12 മുതൽ 15 വരെ ഇതിന്റെ ഭാഗമായി ജില്ലയിൽ പ്രചരണാർത്ഥം സംരക്ഷണ റാലി നടത്തുന്നുണ്ട്. മാത്രമല്ല, ഓരോ വീടുകൾ കയറി ഇറങ്ങിയും 19-ാം തീയതി മുതൽ നടത്തുന്നുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 10-11 തീയതികളിലാണ് ഈ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ രാപ്പകൽ സത്യാഗ്രഹ സമരം നടത്തുവാനായി LDF ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. സുജിയ. ഓക്കെ, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.